എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ്. ആത്മശാന്തിക്ക് മഹത് വചനങ്ങൾ എന്ന രീതിയിൽ. അതിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു വചനമാണ് നാം ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ശ്രീകൃഷ്ണ സെയ്സ്, ഹാവ് ദി കറേജ് ടു സ്റ്റാൻഡ് അലോൺ. ദി വേൾഡ് ഓഫേഴ്സ് നോളജ്, നോട്ട് കമ്പാനിയൻഷിപ്പ്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഒറ്റക്ക് നിൽക്കാൻ നിങ്ങൾ കരുത്താർജിക്കുക. ഈ ലോകം നിങ്ങൾക്ക് അറിവ് നൽകും, പക്ഷേ നിങ്ങൾക്ക് കൂട്ടുകെട്ടുകളല്ല നൽകുന്നത്. ലോകം നിങ്ങൾക്ക് അറിവ് നൽകും. ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റക്ക് നിന്ന് ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ പഠിക്കണമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എത്രയോ മഹത്തരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ വാക്കുകളെന്ന് നാം അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്ത് ആർക്കെങ്കിലും നിരാശയുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. ഒറ്റക്ക് നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾ ആർജിക്കുക. ഒറ്റക്ക് നിന്ന് പൊരുതുക. ഒറ്റക്ക് നിന്നുകൊണ്ട് ജീവിതത്തെ നേരിടുക. ലോകം നമുക്ക് അറിവ് നൽകുമെന്ന് ഭഗവാൻ പറയുകയാണ്. അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകം അവനോ അവൾക്കോ അറിവ് നൽകും. പക്ഷെ കൂട്ടുകെട്ടുകളും സംരക്ഷണമോ ഒന്നുമല്ല ലോകം നൽകുന്നത്. ലോകം നൽകുന്നത് അറിവാണ്. ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനും വിജയിക്കുവാനും ആത്മവിശ്വാസം നേടാനും, ഇനി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുണ്ടെങ്കിൽ അവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നേർവഴിയിലേക്കുള്ള അറിവ് ഈ ലോകം പ്രദാനം ചെയ്യുന്നു. പക്ഷേ നമ്മുടെ മനസ്സാണ് വേണ്ടതെന്നാണ് ആ വചനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരുമിച്ച് നിന്ന് പോരാടാനും ഒരുമിച്ച് വിജയിക്കാനും എല്ലാവരെയും സഹായിക്കാനും ഒക്കെ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതിനുള്ള അറിവുകൾ ഇവിടെ ലഭ്യമാണ്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതണം. അത് നേടിയെടുക്കാനുള്ള മനസ്സ് നിങ്ങൾ സ്വായത്തമാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിയൂ. ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനും അവ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ച് അവർ ശൂന്യമാവും അവരുടെ ജീവിതം. കാരണം ലോകത്തുള്ള അറിവും ലോകം ആ വ്യക്തിക്ക് നൽകിയ അനുഗ്രഹങ്ങളും അതൊക്കെ ഉപയോഗിച്ച് വളരാനും സഹായിക്കാനും ചിന്തിക്കാനും ഒന്നും ഒരു വ്യക്തി തുനിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറയാനാണ്? ഈ മഹത് വചനം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ചാൽ സമാധാനം ലഭിക്കും, ആത്മവിശ്വാസം ലഭിക്കും. ഭഗവാന്റെ വാക്കുകളിൽ ഉള്ളിലുള്ള ആ ദർശനത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇത്ര മനോഹരമായ ഒരു വചനം, ഒരു വ്യക്തി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ആളാണിത് കേൾക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആത്മവിശ്വാസം എത്ര വേഗം ഉണ്ടാകും ഈ വചനം കേൾക്കുന്നതിലൂടെ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അത്ര ആത്മവിശ്വാസം പകരുന്ന വാക്കുകളാണ്. നിങ്ങൾക്കത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിലും അഭിപ്രായം പറയണം. ഇത്തരം കൂടുതൽ വീഡിയോകൾ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.